എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം എന്നത്തെയും പോലെ തന്നെ ഇന്ന് നമ്മുടെ റോസാച്ചെടികൾ നല്ലവണ്ണം പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എന്നും ഞാൻ ഓരോ ഫെർട്ടിലൈസർ ഷെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ചെടികൾക്ക് ഏത് ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസറുകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഒരു ലൈക്ക് കൂടെ തരാൻ മറന്നുപോലെ കേട്ടോ. അപ്പം നമ്മുടെ ചെടിയിലൊക്കെ ഞാനാണെങ്കിൽ വീട്ടിലെ ഓരോ റോസകളിൽ മാറി മാറി കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഇപ്പം നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ റോസയെ പരിചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് റോസയെ ശ്രദ്ധിക്കുന്നവർക്കറിയാം. കറക്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പോയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റോസ ഒരിക്കലും പിടിച്ചു കിട്ടത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ റോസൊക്കെയാണ് നമുക്ക് വലിയ പരിചരണമൊന്നും ഇല്ലെങ്കിൽ തന്നെയും അതങ്ങനെ പൂ ഇട്ടുകൊണ്ടിരിക്കും. പക്ഷേ ബഡ് റോസുകൾ നമുക്ക് നല്ല കെയറിങ് ഇല്ലെങ്കിൽ അത് ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യമൊക്കെ പൂ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മുരടിച്ച് പോകുന്ന ഒരു പ്രശ്നമാണ് അതിൽ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടണമെങ്കിൽ നല്ല രീതിയിലുള്ള പരിചരണം അത്യാവശ്യമാണ്. ഈ ചൂടുള്ള സമയത്ത് നമ്മുടെ റോസയിലൊക്കെ പൂ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ചില പ്രശ്നങ്ങൾ കൊണ്ട് പൂക്കൾ ചില വണ്ടുകളൊക്കെ ചില പ്രാണികളൊക്കെ നശിപ്പിച്ചിട്ട് പെട്ടെന്ന് പൂക്കളൊക്കെ അങ്ങ് പുഴു തിന്ന പോലെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. വൈകുന്നേര സമയങ്ങളിൽ തളിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ അങ്ങനെ ഒത്തിരി അധികം ഉണ്ടാകാതെ മാറി കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ്. എനിക്കതിൽ നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചെടികളൊക്കെ നമ്മൾ ഇതൊക്കെ ഒരുപാട് പൂവിട്ട റോസയാണ്. നല്ല ബഡ് റോസാണ്, ബാംഗ്ലൂർ ബഡ് റോസാണ് അത് കേട്ടോ. ഇതൊക്കെ ബാംഗ്ലൂർ ബഡ് റോസാണ്. ഇതിലൊക്കെ നിറയെ പൂക്കൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു സ്റ്റെമ്മിൽ നിന്നാണെങ്കിലും 2, 3, 4 പൂക്കളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കും. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അടിവളം കൊടുക്കും. അപ്പോൾ അങ്ങനെ മാറി മറിച്ച പിന്നെ ഇടയ്ക്ക് രാസവളം കൊടുക്കും. പിന്നെ നല്ലൊരു ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ എക്സോഡസ് കൊടുക്കും. അങ്ങനെ ഇടയ്ക്ക് മാറി മാറി വളരെയധികം നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ ബോഗൺവില്ല, അടുത്ത ദിവസം ബോഗൺവില്ലയെ കുറിച്ചൊരു വീഡിയോ വരുന്നതായിരിക്കും. ബോഗൺവില്ല നല്ലവണ്ണം, അതായത് കുഞ്ഞ് ബോഗൺവില്ലയാണെങ്കിൽ പോലും നല്ലവണ്ണം കട്ട കുത്തി പൂകാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് കാണാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ റോസാ ചെടിയിലും അതുപോലെ ബോഗൺവില്ലയിലും എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളങ്ങളാണ്. നല്ലപോലെ കൊല കുത്തി ഇതുപോലെ നല്ല കട്ട കുത്തി പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ ഒരുപാട് ഫെർട്ടിലൈസറൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് പോയി കണ്ടിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ റോസയിലൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നത്. ഈ റോസയ്ക്ക് കൊടുക്കുന്ന വളങ്ങളാണെങ്കിൽ പോലും നമുക്ക് എല്ലാ ചെടികൾക്കും കൊടുക്കാവുന്നതാണ്. ചില വളങ്ങൾ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റില്ല. കാരണം ബാഡ് സ്മെല്ല്, അതായത് നമ്മൾ എന്താ പറയുക, വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടി ചാണകപ്പൊടി അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും ഇതൊക്കെ ഇട്ട് കുളിപ്പിച്ച സാധനങ്ങൾ നമ്മൾ ഒരിക്കലും ഇൻഡോർ പ്ലാന്റ്സിന് നമ്മുടെ മുറിക്കകത്തൊക്കെ വെച്ചിരുന്ന സാധനങ്ങൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഒരു ബാഡ് സ്മെല്ല് വരും. നമുക്ക് അല്ലാത്ത രീതിയിലുള്ള പല ഫെർട്ടിലൈസറും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ ഇൻഡോർ പ്ലാന്റ്സിന് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല പോലെ റിസൾട്ട് കിട്ടും. പിന്നെ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് എന്താ ചെയ്യുക, ഈ റോസയുടെ ചുവട്ടിലൊക്കെ പൊത ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഒരിക്കലും ചെടിച്ചട്ടിയിൽ പൊത ഇട്ട് കൊടുക്കാൻ പറയത്തില്ല. കാരണം ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഫംഗൽ ബാധ ഉണ്ടാകും. നമ്മുടെ നിലത്ത് നട്ടുപിടിപ്പിക്കുന്ന റോസയുടെ ചുവട്ടിലൊക്കെ എന്താ പറയുക, കരിയില കൂട്ടിയിടുകയോ അതുപോലെ തന്നെ ഉള്ളിത്തൊലി സവോളത്തൊലിയോ ഒക്കെ നമുക്ക് കൊണ്ടിടാം കേട്ടോ. നല്ലൊരു റിസൾട്ടാണ്. അപ്പം വേഗം വെള്ളം അതിൽ വലിച്ചെടുക്കാനുള്ള ഒരു അബ്സോർവ് ചെയ്ത് പോകാനുള്ള മണ്ണിലോട്ട് താഴോട്ട് പൊക്കോളും. നമ്മുടെ ചെടിച്ചെടിയിലാണെങ്കിൽ നമുക്കത് ചെയ്ത് വെക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെടിച്ചെടിയുടെ ചുവട്ടിൽ പൊത ഇട്ട് കൊടുക്കുമ്പം എന്താ പറ്റുകയെന്ന് ചോദിച്ചാൽ, ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം തങ്ങിക്കിടന്നിട്ട് ഫംഗൽ ബാധ ഉണ്ടായിട്ട് അതിൻ്റെ വേരുകളിലൊക്കെ പെട്ടെന്ന് ഫംഗൽ ബാധ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉള്ളിയുടെ തൊലി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ചൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ആ ഉള്ളിത്തൊലി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നല്ലതായിട്ടുള്ള നല്ലവണ്ണം പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉള്ളിത്തൊലിയിലും സവോളത്തൊലിയിലും ഒക്കെ ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NPK ധാരാളം അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസറാണിത്. അപ്പോൾ ഇതിൽ കുറച്ച് നമുക്ക് ആവശ്യമുള്ള ഉള്ളിത്തൊലി ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് എത്രയാണോ അതിനനുസരിച്ച് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചാണോ അതിനനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ. ഇത്ര അളവൊന്നുമില്ല. എന്നിട്ട് ഞാൻ അതൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തൊക്കെ ഇട്ടിട്ട് അടുപ്പ് കത്തിച്ചിട്ടാണ് കേട്ടോ. അത് തിളപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ തേയിലപ്പൊടിയും കുറച്ച് 2-3 മുട്ടത്തോട് പൊടിച്ചതും കൂടെ ഈ കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പവർഫുള്ളായിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുകയില്ല. ഞാൻ ഇതൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം. നല്ലതായിട്ട് ഇതിനകത്ത് എല്ലാം നമുക്ക് ആ വെള്ളത്തിലോട്ട് നന്നായിട്ട് ഇറങ്ങി കിട്ടണം.
നല്ലപോലെ എല്ലാം നല്ലതായിട്ട് നിറഞ്ഞു കിട്ടുന്ന വരെ വെള്ളം തിളപ്പിക്കണം. അപ്പോൾ അതിൻ്റെ തൊലിയുടെ കളറും ആ സവാള തൊലിയുടെ ഉള്ളിത്തൊലിയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എടുത്ത് വെച്ച് 2 ദിവസം വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം കൊടുക്കാം. അപ്പോൾ ഞാൻ കൊടുക്കുന്നതെന്നുള്ള ഓരോ കറക്റ്റ് അളവിൽ രീതിയിലേ കൊടുക്കാവുള്ളൂ. ഇതിൽ ഡയറക്റ്റ് ചെയ്തിട്ട് ഇത് അരിച്ചെടുത്തിട്ട് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. നമ്മുടെ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ വളം ഓരോ രീതിയിലേ കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഒരു 2 ദിവസം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുത്താണ്. 2 ദിവസം കഴിയുമ്പോൾ നല്ല കറുപ്പ് കളർ വരും, അതായത് നല്ലൊരു കളർ വരും, നല്ലതായിട്ട് അതിനകത്തെല്ലാം ഇറങ്ങിയിട്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു 2-3 ലിറ്റർ വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മുടെ ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. നല്ലൊരു റിസൾട്ട്. ഇപ്പം ഞാൻ 2 ലിറ്റർ കുറച്ചേ ഉള്ളായിരുന്നു, അപ്പോൾ 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. റോസാ ചെടികൾക്ക് മാത്രമല്ല, ഏത് ചെടികൾക്ക് കൊടുക്കാം. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കാം കേട്ടോ, കാരണം ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന് ഇലച്ചെടികൾക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം വീതം നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ റോസാ ചെടികൾക്കും 15 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഓരോ വളങ്ങളും മാറി കൊടുക്കണം. ധാരാളം മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മുടെ റോസയ്ക്ക്, പ്രത്യേകിച്ച് ബഡ് റോസയ്ക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഓരോ വളങ്ങളും, ഞാൻ കാണിക്കുന്ന ഓരോ വളങ്ങളും നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എനിക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.